നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വിശ്വാസരാഹിത്യം അനുഭവപ്പെടുന്നല്ലോ. ഒക്കെ അമിതമായ ഉത്കണ്ഠ, അമിതമായ ആശങ്ക, അമിതമായ നിരാശ. ഒരു കാലത്ത് ഒരു മിന്നൽ പോലെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും ഇതുവരെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ് എങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കും കൊണ്ടുപോകുന്ന എൻ്റെ കർത്താവായിരിക്കും എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് എന്നാ സംഭവിച്ചേ? മോശയും കാലവും അഹറോനും ജോഷുവയും ഒക്കെ മാറി ബാക്കി എല്ലാ പുരുഷന്മാരും മരിച്ചു വീഴുന്നവരെ കാനാൻ ദേശങ്ങൾ പ്രവേശിക്കുകയില്ല. കഠിനമായ ശിക്ഷ 40 സംവത്സരങ്ങളോടെ ഇഴയേണ്ടതായിട്ട് വന്നു. അപ്പൊ വിശ്വാസത്തിന്റെ തകർച്ച ജീവിത മൂല്യങ്ങളുടെ കീഴ്മറിയിൽ അതിന് കാരണമായി തീരും. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ജീവിക്കുന്ന വിശ്വാസമാണ്. ആ ജീവനുള്ള ദൈവത്തിലെ വിശ്വാസമാണ്. അതിലൂടെയാണ് മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ രൂപപ്പെടുന്നത്. ഇത് മനുഷ്യൻ മറന്നുപോകും ചില ഘട്ടങ്ങളിലൊക്കെ. ഈ പ്രപഞ്ചത്തിന്റെ വളർച്ചയുടെ ചുറ്റുപാടുകളിലൊക്കെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടെന്നൊരു ജനം രൂപീകരിച്ച് കൊണ്ടുവന്ന് ജനം തന്റെ സന്നിധിയിൽ എത്തിയിട്ട് സന്തോഷത്തോടെ വ്യാപരിക്കാൻ ശ്രദ്ധിച്ച മനുഷ്യൻ വിശ്വാസം വലിച്ചെറിഞ്ഞപ്പം മനുഷ്യന് എതിരായി മൂല്യങ്ങൾ തകരുന്നത് കണ്ടില്ലേ? കേട്ടില്ലേ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വാർത്ത? നമുക്കെല്ലാവർക്കും അറിയാം ആരായിരുന്നു ഹിറ്റ്ലർ എന്ന്. ലോകം മുഴുവൻ അറിയാം. ഏറ്റവും വലിയ ദുഷ്ടൻ, ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന മനുഷ്യൻ, ലോകം മുഴുവൻ അപലപിക്കുന്നതാണ്. ആ നാസികളുടെ പ്രവർത്തനങ്ങളെല്ലാം ലോകം മുഴുവൻ അപലപിക്കുന്ന, ആ രാജ്യം അപലപിക്കുന്ന. എന്താ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചേ? ഒരു രാജ്യത്തിന്റെ പാർലമെന്റില് ഹിറ്റ്ലറിന്റെ കൂടെ നിന്ന സൈന്യാധിപനെ ബഹുമാനിച്ചു, ആദരിച്ചു. ലോകം റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ അബദ്ധം എന്ന് കണ്ട് മാപ്പ് പറഞ്ഞു. പാർലമെന്റ് സ്പീക്കർ മാപ്പ് പറഞ്ഞ് രാജിവെച്ചു. അത് രാജിവെക്കാതിരിക്കുക ചെയ്യട്ടെ. എവിടെ പോയി ഈ മൂല്യബോധം എന്ന് പറയുന്നത്? ഈ മൂല്യബോധം എവിടെ പോയി? തിന്മ തിന്മയാണ്, നന്മ നന്മയാണെന്ന് പറയാനുള്ള തൻ്റെ ഇടയില്ലാഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകത ഉണ്ടായ മഹാത്മജി ആരാണ്? ഈ രാജ്യത്തിന്റെ മാത്രം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ലോകത്തിന് പുറത്ത്, ഈ രാജ്യത്തിന് പുറത്ത് മഹാത്മജി ആരാണെന്ന് അറിയണമെങ്കിൽ റോമിൽ വെച്ച് പണ്ട് ഗാന്ധിയുടെ സിനിമ വന്നപ്പോഴേ എരച്ചു കയറിയായിരുന്നു തിയേറ്ററിലേക്ക്. റോമിലെ ജനം മുഴുവൻ എരച്ചു കയറിയ ആ ജനത്തിന്റെ ആവേശം കാണാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയാം. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സയെ ബഹുമാനിക്കാൻ ആദരിക്കാനും വേണ്ടി ഹാരാർപ്പണം നടത്തിയിട്ട് മഹാത്മാജി ഒരു ചിത്രം എടുത്തു വെച്ച പ്രതീകാത്മകമായി വെട്ടിവെച്ച സംഭവം ഈ കാണുന്ന രാജ്യത്ത് നടന്നുവെങ്കിൽ ഈ ചെയ്തവരൊക്കെ ഇവിടെ ഇങ്ങനെ വിലസി നടക്കുക, ആർക്കും ഒന്നും ചെയ്യാൻ ഇല്ല. മൂല്യബോധം നഷ്ടപ്പെട്ട ജനത. അതിന്റെ എന്തെല്ലാം ഫലമാ? ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് സഹോദരനെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാത്തിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇപ്പം പറയുന്നില്ലേ, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ 35 ലക്ഷം പേര് പോകുമെന്ന്. ലിബിയയിൽ ഒറ്റയടിക്ക് 20,000 പേര് വെള്ളപ്പൊക്കത്തിൽ പോയി. അതുപോലെ അല്ല, ഇത് പൊട്ടിയാൽ 35 ലക്ഷമാണ് 3-4 വലിയ ഡിസ്ട്രിക്ട് മുഴുവനാണ് കടലായിട്ട് തീരാൻ പോകുന്നു. ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടെയാ. എന്നിട്ടോ ഇതിനായിട്ട് കമ്മീഷൻ വെച്ചിരുന്നില്ലേ? എന്നിട്ടെന്ന് സംഭവിച്ച ഒരു കുഴപ്പമില്ല. ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ റിപ്പോർട്ട് നൽകിയത്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ? എന്നിട്ട് ഇപ്പൊ എന്താ ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറഞ്ഞിരിക്കുന്നു, ഈ ഡാം അപകട അവസ്ഥയിലാകുന്നു. 100 വർഷത്തിൽ കൂടെ പഴക്കമുള്ളതാണ്. മനുഷ്യൻ ഉത്കണ്ഠാകുലമാക്കിയിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യ, നീ നിന്റെ ചിന്തകളൊക്കെ ദൈവത്തിലും മനുഷ്യനും അടിയുറയ്ക്കുന്നില്ല എങ്കിൽ നീ നന്മ കണ്ടെത്തുകയില്ല, ചെയ്യേണ്ടത് ചെയ്യുകയില്ല. അവസാനം മുഴുവനും വെള്ളത്തിലായി പോയി കഴിയുമ്പോൾ വാവിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, നീ അവിടെ മുങ്ങിത്തീരും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് കൽപ്പനകളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യ നീ നിന്നെ തന്നെ ധിക്കരിക്കുന്നത് തുല്യമാണ്. നീ നിന്നെ തന്നെ ധിക്കരിക്കുക, നീ ഇല്ലാണ്ടായി തീരുക. നിന്റെ ദൈവത്തെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു പറഞ്ഞാൽ നീ വളരുകയാണ്. ഈ സത്യം നീ എന്നും മറക്കുന്നുവോ അന്ന് നിന്റെ ജീവിതം തകരാറിലായി എന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി.